ഇൽമിനിക്ക് അടിസ്ഥാനപരമായി വേണ്ടത് തഖ്വയാണ്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. മഹാനാവുന്ന ഷെയ്ഖുൽ മശായിഖ് ഖുതുബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ നാലായിട്ട് ആലിമീങ്ങളെ ഓരി വെച്ചു. അതിന്ന് മൂപ്പര് അവസാനമായിട്ടൊരു വിഭാഗത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ വിഭാഗം എന്ന് പറഞ്ഞാൽ ആരാണ്? വഹുമുൽ മദ്ഊഊന ഫിൽ മലകൂതി അളീം. ആലമുൽ മലക്കൂത്തിൽ അളീം എന്ന് പറയപ്പെടുന്ന ആള്, ആലമുൽ മലക്കൂത്തിൽ അളീം എന്ന പേരുകൊണ്ട് വിളിക്കപ്പെടും. ആ വിഭാഗം പണ്ഡിതന്മാര് അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാര്. ഇൽമിന്റെ മുഖ്തദ അനുസരിച്ച്, ഇൽമിന്റെ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണതായ അലിം. മറ്റ് മൂന്ന് വിഭാഗത്തിനെ മൂപ്പര് എണ്ണി പറഞ്ഞു. ഒന്ന്, അവര് ഇൽമിന്റെ മുഖ്തദ അനുസരിച്ച് അവർ ഘോരം പ്രസംഗിക്കും. അവർ വലിയ പ്രസംഗകരായിരിക്കും. പക്ഷേ അവര് ആ പ്രസംഗം കഴിഞ്ഞ് അവർ പിന്നോട്ട് നിന്നാൽ അവരവസ്ഥ മോശമായിരിക്കും. അപ്പോ അങ്ങനെ മൂന്നാല് വിഭാഗത്തിനെ മൂപ്പര് എണ്ണി പറഞ്ഞു. അതിൽ നിന്ന് യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അത് മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ ഇദാലൻ യകുനിൽ ഉലമാഉ ഔലിയാഇല്ലാ ഫമനിൽ വലി. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയ എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഉലമാ ആവുന്ന നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്നല്ല. അതിന്റെ അർത്ഥം ഒരു ആലിമിൽ ഉണ്ടാവേണ്ടത് വിലായത്തിന്റെ സ്വഭാവമാണ്. അവനാണ് യഥാർത്ഥ ആലിം. അത് വിലായത്തിന്റെ സ്വഭാവം ആലിമിൽ ഉണ്ടാവണം. ഇൽമിന്റെ മുഖ്തദ അനുസരിച്ച് അവൻ അമൽ ചെയ്യണം. അവനിൽ നിന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ അവനിൽ ഉണ്ടാവരുത്. അങ്ങനെ വല്ല തെറ്റിദ്ധാരണക്ക് ഒപ്പുള്ള വല്ലതും ഉണ്ടായിരിക്കുകയാണെങ്കിൽ തന്നെ അതെന്താവണം, അവൻ അപ്പത്ത് തിരുത്തണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ഇഅ്തികാഫിരിക്കുമ്പോൾ സഫിയ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനെ കാണാൻ വന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ റളിയല്ലാഹു തആല അൻഹു കണ്ട് സംസാരിച്ചതിന് ശേഷം മുപ്പത്തേരെ കൂട്ടിക്കൊണ്ട് വീട്ടിലാക്കി കൊടുക്കാൻ വേണ്ടി റസൂലുള്ള പോകും. അപ്പൊ രണ്ട് സഹാബികൾ അതിലെ നടന്നു പോകുന്നു. റസൂലുള്ള പറഞ്ഞു, അലാ രിസ്ലിക്കുമാ, എടോ നിങ്ങൾ രണ്ടാളും അവിടെ നിൽക്കിയെന്ന് പറഞ്ഞു. അവിടെ നിൽക്കിയെന്ന് പറഞ്ഞപ്പോ ഇവര് ഇന്നാ ലില്ലാഹി വ ഇന്നാ, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഹാദിഹി സഫിയ്യത്തു ബിൻത് ഹുബൈദ്, ഹുബൈദിന്റെ മകളാവുന്നതായ സഫിയാവുന്ന എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഇത് സഫിയാവുന്നതിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോ ഈ രണ്ട് സഹാബികൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നബിയെ, തങ്ങളെ സംബന്ധിച്ച് മോശമായ ധാരണ ഒന്നും ഞങ്ങൾക്കുണ്ടാവില്ലല്ലോ, പിന്നെന്തിനാ നബി അത് പറഞ്ഞു തരുന്നത്? ഞങ്ങൾക്ക് ഒരു സഹാബിന്റെ മനസ്സിൽ അത് ഉണ്ടാവാൻ പാടില്ല. അതാണ് യഥാർത്ഥ സ്വഹാബി എന്ന് പറയുന്നത്. നബിനെ പറ്റി തെറ്റായ ധാരണ അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ ആ അസമയത്ത് ഏതെങ്കിലും പെണ്ണ് വന്നതാന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടായത് കൊണ്ടല്ല റസൂൽ അത് പറയണത്. പക്ഷെ റസൂൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? പിന്നീട് വരുന്നതായ ആലിമീങ്ങൾക്ക് ഒരു